അങ്ങനെ അവളുടെ അമ്മ എന്നെ വിളിക്കുന്നു, പിന്നെ എൻ്റെ മോളുടെ ഗോൾഡ് നിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. എനിക്ക് ഏത് ഫ്രണ്ട്? അപ്പോഴുണ്ട് ഇതുപോലെ തന്നെ എനിക്കറിയാം എന്തോന്നുമില്ല മല വീടുമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചു, ചോദിച്ചു എന്താ കാര്യം പറയുന്നത്. അപ്പം സംഭവം വേറെ അവിടെ അതിൽ നിന്ന് ലൈൻ സെറ്റായി ഗോൾഡ് കൊടുത്തേക്കുന്നു. ഇതാണ് സംഭവം. ഇതൊക്കെ കണ്ടിട്ട് അവരുടെ കുടുംബത്തിലൊരു പ്രശ്നമാവണ്ട, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ കണ്ടിട്ട് കൂടിയില്ല. ചെറുതിലേ എങ്ങാണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവനെ കണ്ടതാണ്. വലുതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടോന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തന്നെ അവൻ ആരാന്നറിയില്ല. അവനെ എൻ്റെ ഫ്രണ്ടാക്കി. വഴിയെ പോകുന്ന മാരണങ്ങളൊക്കെ നമ്മുടെ തലയിലാണ് പറയുകയാണ്. അതോടുകൂടി ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ എന്നെ നീ വിളിച്ചു പോരുത്. നീയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അതോടുകൂടി ഞാൻ തീർത്തു. കാരണം തക്കാനറിയാമെങ്കിൽ നിൽക്കാനും പഠിക്കണ്ടേ അല്ലേ? ഒന്നുകിൽ എന്നോട് ഈ കാര്യം പറയണം. അതുകൊണ്ട് ഈ വക കലാപരപ്പണിക്കൊന്നും ഞാൻ ആർക്കും കൂട്ടി നിൽക്കില്ല. കേട്ടിരിക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തലയിലല്ല വെക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. സ്വന്തമായിട്ട് ചെയ്തോ സ്വന്തമായിട്ട് ഞാൻ നട്ടലോടുകൂടി പറയാൻ പഠിക്കണം. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ നട്ടലോടുകൂടി പറയും, ഞാനാണെന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഈ വക കലാപരിപാടിക്കൊന്നും നിൽക്കരുത്. അതോടുകൂടി ഞാൻ ആ വക കലാപരിപാടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഇൻസ്റ്റ തുടങ്ങി. ഇതുപോലെ ഒരു 2 വീക്സോളം എൻ്റെ ഒരു ഫ്രണ്ട് തുടങ്ങി തന്ന ഫ്രണ്ട് ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്തു തുടങ്ങി തന്ന ഫ്രണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എന്നും നോക്കും. എന്നിട്ട് ഫ്രണ്ടിനങ്ങ് അസൂയ മൂക്കും, കുശുമ്പ് വരും. ഇതെന്താ എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് വരുന്നത്? ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അറിയാം എന്ന് പറഞ്ഞു. എൻ്റെ പ്രൊഫൈലിൽ നിന്നൊരു ഫോട്ടോ ഇട്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കതിന് മെസ്സേജ് നോക്കാൻ പോലും അറിയില്ല. ഞാൻ വീണ്ടും അവളെ കണ്ടു കൊടുക്കുന്നതിൽ എവിടെയാണ് മെസ്സേജ് നോക്കുന്നത് കാണിച്ചതാന്ന് പറയും. അപ്പോൾ വീണ്ടും പഠിപ്പിച്ച് നീ കൂടുതലൊന്നും അറിയണ്ടെന്ന് പറയും. അങ്ങനെ പഠിപ്പിച്ച് തന്നതേ ഇല്ല. 2 വീക്സോളം പഠിപ്പിച്ചിരുന്നില്ല. പിന്നെ ഞാൻ ഓരോരുത്തരും ചോദിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോഴാളിതിൽ എന്തൊക്കെയോ സെറ്റിങ്സിൽ മാറ്റി വയ്ക്കുന്നു. എനിക്ക് ഫ്രണ്ട്സ് ചാറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരും ശ്വാസം മുട്ടൽ കൂടുതൽ. ഇപ്പം നമുക്ക് മനസ്സിലായി ഇതുപോലെ പണി വരുമെന്ന് മനസ്സിലായി. അപ്പം ഞാനത് ലോക്കിട്ടു. അതിന് ശേഷം ഞാൻ ആർക്കും എൻ്റെ യൂട്യൂബായാലും അല്ലെങ്കിൽ എൻ്റെ പിന്നെ ഫേസ്ബുക്കൊന്നും ഇപ്പോൾ യൂസ് ഒന്നുമില്ല കേട്ടോ. നോക്കിയിട്ട് തന്നെ 4-5 മാസങ്ങളായി. വാട്സപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർക്കും കൊടുക്കലില്ല. പിന്നെ ഹെൽത്തി ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുണ്ട്.